إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വർഷത്തെ റമദാനിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ച് പള്ളിയിലിരിക്കുന്ന നമ്മുടെ ഈ നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ 4 പവിത്രമായ മാസങ്ങൾ അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ആ മാസങ്ങളുടെയൊന്നും പേരുകൾ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. ഒരേയൊരു മാസത്തിൻ്റെ പേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചത്. ഏതാണത്? റമദാൻ എന്ന മാസമാണ്. എന്തിനാണ് റമദാനിനെ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ എടുത്തു പറഞ്ഞത്? എന്താണതിൻ്റെ പ്രത്യേകത? എന്താണതിൻ്റെ മഹത്വം? ആ ഒരു കാരണമാണ്, ആ ഒരൊറ്റ കാരണമാണ് അതിൻ്റെ പവിത്രത മഹത്വമായിട്ട് ഒരു കാരണം മാത്രമാണ് അല്ലാഹു തആല പറയുന്നത്. അതാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞത്,
ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന കാരണമാണ്. എന്തിനാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്? ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട്, ജനങ്ങൾക്ക് നേർവഴി കാട്ടുന്നത്, സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്ന സുവ്യക്തമായ തെളിവുകളായിട്ട് വിശുദ്ധ ഖുർആനെ ഇറക്കി. ആർക്കാണ്? ഹുദൽ ലിന്നാസ് എന്നാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്നാണ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിങ്ങൾക്ക് മാത്രം പള്ളിയിൽ വെച്ച് ഓതാനുള്ളതല്ല വിശുദ്ധ ഖുർആൻ. നേരെ മറിച്ച് അത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ളതാണ്. ആ ജനങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതാണ്. വെറും അന്ധമായ വിശ്വാസമല്ല, നേരെ മറിച്ച് വബയ്യിനാതിൻ മിനൽ ഹുദാ, സുവ്യക്തമായ തെളിവുകൾ. മനുഷ്യന്റെ ബുദ്ധിയോട് സംസാരിക്കുന്ന ഗ്രന്ഥം, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം ചിന്തിക്കുന്നവർക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ, ബയ്യിനാത്ത്, അതാണ് വിശുദ്ധ ഖുർആൻ. ചരിത്രങ്ങളിലൂടെ, ശാസ്ത്രീയ ദൃഷ്ടാന്തങ്ങളിലൂടെ ഇത് സത്യമാണെന്ന് ഓരോ ദിവസവും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല വൽ ഫുർഖാൻ, ജീവിതത്തിലെ ശരിതെറ്റുകൾ, ഹലാല് ഹറാമുകൾ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആൻ. എന്നിട്ടും ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടായിട്ടും തിന്മകൾ അധികരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആ വിശുദ്ധ ഖുർആൻ നെഞ്ചേറ്റാൻ, മനസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ വിശുദ്ധ ഖുർആൻ മാത്രമാണ് പരിഹാരം. അതാണ് ഓതി വെച്ച ആയത്തിൽ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് അന്ന ലഹും അജ്റൻ കബീറ, വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷ വാർത്തയുമാണ്. അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലം, സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത. അതേപോലെ ഏറ്റവും ശരിയായതിലേക്ക് ജനങ്ങളെ വഴികാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നാം പരിശ്രമിക്കണം. ഓതി തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾക്ക് പറയാനുള്ളത് ഇപ്പോഴും ഓതി തുടങ്ങിയിട്ടില്ല, തുടങ്ങണം എന്നാണ്. ചില ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചു, ഇൻഷാ അല്ലാഹ് തുടങ്ങണം. നമ്മളിനി എപ്പോഴാണ് തുടങ്ങേണ്ട സമയമായി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നാം തയ്യാറാവണം. എന്താണ് നമുക്ക് തടസ്സമായിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കുന്നുണ്ട്, അല്ലേ? ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ആ സമയത്തുണ്ടാകുന്ന പ്രതിസന്ധികളൊന്നും നമുക്ക് പ്രതിസന്ധികളല്ല, അതിനെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കുകയും അത് ചെയ്യാറുമുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസത്തിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അത് വികസിപ്പിക്കാൻ, ലാഭം കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ നമുക്കറിയാം. നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പുരോഗതി, എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പുരോഗതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം. എന്തൊക്കെ കാര്യങ്ങൾ തടസ്സമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ പരിഹാരം നമുക്കറിയാം. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള തടസ്സം എന്താണ്?
പ്രതിസന്ധി എന്താണ് നമുക്ക്? നമ്മുടെ പ്രായമാണോ തടസ്സം? പ്രായമായ ആളുകൾക്ക് ഇപ്പോൾ സ്മാർട്ട് ഫോൺ അവർ വളരെ ലളിതമായി അത് കൃത്യമായി ഉപയോഗിക്കുന്നത് കാണാം. അവരുടെ ആവശ്യമായിട്ട് അവർക്ക് തോന്നി, അവർ പഠിച്ചു. നമ്മുടെ പ്രാരാബ്ദങ്ങളാണോ നമുക്ക് പ്രശ്നം? കുടുംബം നോക്കാൻ പെടുന്നതിനിടയിൽ എനിക്ക് സമയം കിട്ടുന്നില്ല, ഇങ്ങനെ നമുക്ക് പ്രശ്നമുണ്ടോ? എന്നാൽ ഭക്ഷണമില്ലാതെ തലകറങ്ങി വീഴുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത്. സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന് വരെ വിശന്നിട്ട് ഉറക്കം വരാത്ത രാത്രികൾ ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെയൊന്നല്ല, അതുവരെ റസൂലിനുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന തടസ്സങ്ങളൊന്നും തടസ്സമല്ല എന്ന് പറയാനാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ നമ്മൾ തയ്യാറാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ അറിയാൻ പഠിക്കാൻ നാം തയ്യാറാണെങ്കിൽ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു തആല പറയാൻ, ആലോചിച്ചു മനസ്സിലാക്കാൻ ഖുർആൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ആലോചിച്ചു മനസ്സിലാക്കുന്നവരായി ആരെങ്കിലും ഉണ്ടോ? വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടോ? അവർക്ക് എളുപ്പമായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. വിശുദ്ധ ഖുർആൻ വെറുതെ പാരായണം ചെയ്താൽ പോലും എത്രയോ ഇരട്ടി പ്രതിഫലം കിട്ടും ഒരു ആയത്തിന് തന്നെ. ഓരോ ഹർഫിനാണ് പ്രതിഫലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്നാൽ അർത്ഥമറിഞ്ഞ് നരകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷ തേടി, സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വർഗം അല്ലാഹുവിനോട് ചോദിച്ച്, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ റഹ്മത്തിനെ ചോദിച്ച്, പ്രകൃതിയെ സംബന്ധിച്ച് അത്ഭുതം കൂറി, ഇങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയത്തിനനുസരിച്ച് നമ്മുടെ മനസ്സ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിലോ അതിന് പ്രത്യേകമായിട്ടുള്ള സംതൃപ്തിയുണ്ട്, സമാധാനമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാണ് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഗ്രന്ഥമാണിത്. ലിയദ്ദബ്ബറൂ ആയാതിഹി, ഇതിലെ ആയത്തുകളെ പറ്റി അവർ ചിന്തിച്ചു നോക്കാൻ. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ ഉത്ബുദ്ധരാകാൻ വേണ്ടി. വെറുതെ പാരായണം ചെയ്യാൻ മാത്രമുള്ളതല്ല, അതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട വലിയൊരു ഗ്രന്ഥമാണ് എന്ന് അല്ലാഹു തആല പറയാം. നിങ്ങൾ ആലോചിക്കുക, സൂറത്തുൽ ഫാത്തിഹ പോലും അറിയാത്ത ആളുകളില്ലേ? സൂറത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം പോലും അതിൻ്റെ ആശയം പോലും നമ്മൾ ഒരാളും ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചോദിക്കുക, സൂറത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം അറിയോ? ഒന്ന് ചൊല്ലിച്ചു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആരാണ് വഴിപിഴച്ചവർ? ആരാണ് കോപത്തിനിരയായവർ ചോദിച്ചാൽ, അതിൻ്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ മഹാഭൂരിപക്ഷ ആളുകൾക്കും അറിയില്ല. കാരണം സൂറത്തുൽ ഫാത്തിഹ പോലും അവർ അർത്ഥസഹിതം ആശയസഹിതം മനസ്സിലാക്കിയിട്ടില്ല. സഹാബികൾ അതിൻ്റെ ആശയങ്ങളാണ് മനസ്സിലാക്കിയത്. അതിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾ ആയത്തുകൾ തഅല്ലംനൽ ഇൽമ വൽ അമല ജമീഅ, ഞങ്ങൾ ഇൽമും അമലും ഒരുമിച്ചാണ് നേടിയത് എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, വകാന അബൂബക്കർ റജുലൻ ബക്കാ ലാ യംലികു ഐനൈഹി ഇദാ ഖറഅൽ ഖുർആൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ കരയുമായിരുന്നു. പാരായണം ചെയ്യുമ്പോൾ തൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണീർ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കില്ലായിരുന്നു.
നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. കാരണം നമ്മൾ അത്രത്തോളം വിശുദ്ധ ഖുർആനിലേക്ക് ആഴത്തിലിറങ്ങി ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ മുഅ്മിനീങ്ങൾക്ക് ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങുന്നതാണ്. വജിലത് ഖുലൂബു ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ച് നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനിൽ തവക്കുൽ ചെയ്യുന്നവരുമാണവർ. തവക്കുൽ ചെയ്യുന്നവരുമാണവർ ആരെ? വിശ്വാസികൾ. വിശ്വാസികൾ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ പേടിച്ച് വിറക്കുകയും അവൻ്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കുകയും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരുമാണ്. അല്ലാഹു തആല ആ ഗുണങ്ങളുള്ള മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ ഗൗരവം അല്ലാഹു തആല പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ, ഈ വിശുദ്ധ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിൽ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്, അല്ലാഹുവിനെ പറ്റിയുള്ള ഭയത്താൽ ആ പർവ്വതം വിനീതമാകുന്നതും പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. വതിൽകൽ അംസാൽ, ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ, ജനങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്, വിശദീകരിച്ചു കൊടുക്കുന്നത് ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാനാണ്. കാറ്റിലും കോളിലും ഇളകാത്ത, ഒന്നും സംഭവിക്കാത്ത പർവ്വതങ്ങൾ പോലും വിശുദ്ധ ഖുർആൻ അതിൻ്റെ മുകളിൽ അവതീർണമായാൽ പൊട്ടിപ്പിളരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ മനസ്സ് ആ പർവ്വതത്തേക്കാൾ കഠിനമാണ്, കല്ലിനേക്കാൾ കഠിനമാണ്. ഇല്ല എങ്കിൽ നമ്മുടെ മനസ്സിനത് സ്വാധീനിക്കും. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല ഹൃദയങ്ങളിന്മേൽ പൂട്ടുകളിട്ട് വെച്ചിരിക്കുകയാണോ, പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? അല്ലാഹു തആല ചോദിക്കുകയാണ്. ഈ ചോദ്യം നമ്മോടാണ് ഈ ചോദ്യം. അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറാവുക. മഹാനായ അമാനി മൗലവി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ തഫ്സീർ നമുക്ക് വലിയ ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ്. അല്ലാഹു തആല നമ്മെ ചോദ്യം ചെയ്തേക്കാം. കാരണം അത്ര വലിയ ഒരു നല്ലൊരു തഫ്സീർ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ഒരു ആവർത്തി പോലും നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് വായിച്ചു തീർക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയസഹിതം തന്നെ മനസ്സിലാക്കാൻ, പഠിക്കാൻ നാം തയ്യാറാവുക. അതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് മനസ്സിലാക്കി ആ പരിഹാരം ചെയ്യുക. എന്തു വന്നാലും ഒരു ദിവസം ഞാൻ 2 ആയത്തെങ്കിലും അതിൻ്റെ അർത്ഥസഹിതം, അതിൻ്റെ ആശയസഹിതം മനസ്സിലാക്കുമെന്ന് തീരുമാനമെടുക്കുക. ഇന്നു മുതൽ തീരുമാനമെടുക്കുക. ആ രൂപത്തിൽ റമദാനിനെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്ന മുഅ്മിനീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നാം ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്.
ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ കേവലം പാരായണമല്ല, അതിൻ്റെ ആശയസഹിതം നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ അങ്ങനെ ആശയസഹിതം പഠിച്ചാലുണ്ടാകുന്ന നേട്ടം എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണ്? അതിൻ്റെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ അതങ്ങനെ കാണുന്നുള്ളതാണ്. ഒരു ഉദാഹരണം, ചില ആളുകൾ മരിച്ച വീട്ടിൽ സൂറത്തു യാസീൻ ഓതുന്നത് പതിവാണ്. ആ യാസീൻ എന്ന് തുടങ്ങി അതങ്ങനെ ഓതി 70-ാമത്തെ ആയത്തെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ വാക്ക് ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ജീവനുള്ളവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി അത്രേ ഇത്. ആർക്ക്? ജീവനുള്ളവർക്ക് താക്കീത് ചെയ്യാൻ. വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. സത്യനിഷേധികളുടെ കാര്യത്തിൽ ശിക്ഷയുടെ വചനം സത്യമായി പുലരുവാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ. അപ്പോൾ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ അവനെന്ത് മനസ്സിലാകും? ഇത് മയ്യത്തിൻ്റെ അടുത്ത് ഓതാനുള്ളതല്ല, നേരെമറിച്ച് മയ്യത്താകും മുമ്പ് ഓതാനുള്ളതാണ് എന്ന തിരിച്ചറിവ് കിട്ടും. മറ്റൊരു ഉദാഹരണം, നമ്മൾ ചില സഹോദരങ്ങൾ എന്തെങ്കിലും കളഞ്ഞു പോയാൽ ഇന്ന ഷേഖിൻ്റെ അടുത്തേക്ക് പോയാൽ മതി, അയാൾ മറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയും എന്നൊക്കെ പറയാറുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരാൾ പഠിക്കുകയാണ്, അതിൻ്റെ ആശയം മനസ്സിലാക്കുകയാണ്. ആശയം മനസ്സിലാക്കി പറയാം, ആശയം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന സമയത്ത് അവന് കാണാൻ സാധിക്കും. സൂറത്തു ആറാഫിൽ 158-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ആ പിശുക്ക് നമുക്ക് ഉണ്ടാവരുത്. എത്ര പ്രാവശ്യം നമ്മൾ പറയണത്? പിശുക്കന്മാരാവരുത്. സ്വലാത്ത് ചൊല്ല, എന്താണ് അതിന് തടസ്സം? ചൊല്ലാനാ പറഞ്ഞത്, നിങ്ങൾ മനസ്സിൽ കരുതാനൊന്നുമല്ല, ചൊല്ലാനാ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ശബ്ദം ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാണ്, ഖുൽ, പ്രവാചകരെ പറയുക, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ. പ്രവാചകരെ പറയുക, എൻ്റെ സ്വന്തം ദേഹത്തിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ വരുത്തൽ എൻ്റെ അധീനത്തിൽ പെട്ടതല്ല. ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ എനിക്കെന്നെ ഒരു ഗുണവും ദോഷവും ഉണ്ടാക്കാൻ സാധിക്കൂല. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, പ്രവാചകരെ പറയണം, വലൗ കുന്തു അഅലമുൽ ഗൈബ്, ഞാൻ ഗൈബ് അറിയുന്നവനായിരുന്നുവെങ്കിൽ, ഞാൻ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനായിരുന്നുവെങ്കിൽ, ഞാൻ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനുമായിരുന്നെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, ഐശ്വര്യങ്ങൾ ഞാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. വമാ മസ്സനിയ സൂ, ഒരു തിന്മയും എന്നെ ബാധിക്കുകയുമില്ലായിരുന്നു. അദൃശ്യങ്ങൾ അറിയുന്നുവെങ്കിൽ, ഇന്നന ഇല്ലാ നദീറുൻ വബശീറുൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത. നദീറാണ്, നരകമുണ്ടെന്ന താക്കീതുകാരനാണ്. നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യാനും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുവാനും അല്ലാതെ ഞാൻ വന്നിട്ടില്ല. ഞാൻ അദൃശ്യ കാര്യങ്ങൾ അറിയുമായിരുന്നെങ്കിൽ എനിക്കൊരു തിന്മയും വരുമായിരുന്നില്ല, അപകടവും വരുമായിരുന്നില്ല എന്ന് റസൂലിനോട് പറയിപ്പിക്കാൻ അല്ലാഹു തആല. കാരണം
ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസം തൊട്ടുമുന്നിലെ വാരിക്കുഴി പോലും പ്രവാചകൻ എന്തില്ല, തിരിച്ചറിഞ്ഞില്ല. റസൂൽ അതിൽ വീണുപോയി. അല്ലാഹു അറിയിച്ചു കൊടുത്താൽ റസൂലിന് അറിയാൻ സാധിക്കും. ഇല്ല, അഷ്റഫുൽ ഖൽഖിന് പോലും എന്തില്ല, ഗൈബ് അറിയാനുള്ള കഴിവില്ല. എന്നാൽ ചില ആളുകൾ അഷ്റഫുൽ ഖൽഖാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ളവനാണ്, അതിൻ്റെ താഴെയാണ് എല്ലാവരും. ആ റസൂലിന് പോലും ഗൈബ് അറിയില്ല, മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. റസൂല് എന്നുള്ള നിലക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്താലല്ലാതെ. എന്നാൽ ചില ആളുകളെ പറ്റി നമ്മളെ ചില ആളുകൾ പറയുകയാണെന്ത്, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോർ. നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത് ചെയ്യും? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ എന്ത് ചെയ്യും? ഞാൻ അറിയുമെന്ന് മുഹ്യിദ്ദീൻ ശൈഖിനെ പറ്റി അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ പറയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഗൈബറിയില്ല എന്ന് വിശുദ്ധ ഖുർആനെ കൊണ്ട് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ഒരാൾ ആശയം സഹിതം മനസ്സിലാക്കിയാൽ പിന്നെന്ത് ചെയ്യൂല, അവൻ ഖബറാളിയുടെ അടുത്ത് പോവില്ല, അവൻ ആവശ്യങ്ങളുമായി ഖബറാളിയുടെ അടുത്ത് പോകില്ല, ഔലിയാക്കളുടെ അടുത്ത് പോവുകയില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പഠിച്ചാൽ അത് ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു ഉദാഹരണം കൂടി പറയാം. അല്ലാഹു തആല പറയാൻ, നിങ്ങൾ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ദാനധർമ്മം ചെയ്താൽ എപ്പോഴും പിരിവാണ് എന്ന് ചില ആളുകൾക്ക് ആക്ഷേപമാണ്, പരാതിയാണ്. എന്നാൽ ആ പിരിവുകളെ സംബന്ധിച്ച്, ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ആശയസഹിതം ഒരാൾ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അവനത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അല്ലാഹു തആല പറഞ്ഞത് മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെയാണ്, അംബതത് സബഅ സനാബിൽ, ആ ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി, ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണികൾ ഉണ്ടായി. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇരട്ടിയായി കൊടുക്കും. വല്ലാഹു വാസിഉൻ അലീം, അല്ലാഹു വിശാലനാണ്, വിശാലമായി നൽകുന്നവനാണ്. കൊടുക്കുന്ന സമയത്ത് എന്താണ് അവൻ്റെ മനസ്സിലുള്ളത് എന്ന് കൃത്യമായി അലീമാണ്, അവൻ അറിയുന്നവനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 10 രൂപ കൊടുത്താൽ അത് 7 കതിർ 70 700 7000 അല്ലാഹു തആല വർദ്ധിപ്പിച്ചെന്ത് ചെയ്യും? നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രൂപത്തിൽ നാളെ പരലോകത്ത് കണ്ടെത്താൻ സാധിക്കുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ ആശയസഹിതം മനസ്സിലാക്കിയാൽ, പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് ലഭിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായിട്ട് പറയാം, വി കെയറിൻ്റെ കളക്ഷനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്, നമുക്കെപ്പോഴാണ് കിടപ്പിലാവുക, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കിടപ്പിലാകുന്ന സമയത്ത് കിടപ്പിലായ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ്, അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തോന്നുന്നു എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ നമുക്കും അത് അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് സ്വാതന്ത്ര്യമേകാൻ ആളുകളുണ്ടാവണം, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഉണ്ടാകണം. അത് മനസ്സറിഞ്ഞ് ഈ റമദാനിൻ്റെ പുണ്യവും അതിന് മുതൽക്കൂട്ടാവും എന്നുള്ള രൂപത്തിൽ അത് മനസ്സറിഞ്ഞ് നൽകാൻ നാം തയ്യാറാവുക. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ മെസ്സേജാണ്. വാട്സാപ്പിൽ ഒരു മെസ്സേജ് നമ്മൾ ഒരാൾക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അയക്കുമ്പോൾ, നമ്മളത് എന്താണ് എന്ന് നോക്കി അതിനനുസരിച്ച് റീപ്ലൈ നൽകാറുണ്ട്, പ്രതികരിക്കാറുണ്ട്.
നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും ജോലി ആവശ്യാർത്ഥം എന്തെങ്കിലും ഒരു ലെറ്റർ വന്നാൽ, ഒരു മെസ്സേജ് വന്നാൽ അതിന് റീപ്ലൈ നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്കറിയാത്ത ഭാഷയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറിയുന്ന ആളുകളോട് ചോദിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും. അറബി അറിയില്ല എന്നുള്ളത് നമ്മുടെ ഒരു കുറവായിട്ട് നമ്മൾ വിചാരിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ ധാരാളം സംവിധാനങ്ങൾ ഇവിടെയുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ മെസ്സേജാണ്. ആ മെസ്സേജ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നാളെ പരലോകത്ത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ സാധ്യമാവുക എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ, പരിശ്രമിക്കുവാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أغثنا. اللهم أغثنا من رحمتك. اللهم أغثنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.